കാലം 1500 CE. നഗരങ്ങളിലെ ഉദ്യാനങ്ങൾ പരിപാലിക്കുവാൻ വലിയ ചിലവുള്ള കാലം. ചെടികൾക്ക് ആവശ്യമുള്ള ജലവും വളവും കീടനാശിനിയും ഒക്കെ തളിച്ച് പരിപാലിക്കുവാൻ ധാരാളം പണവും സമയവും ആവശ്യമാണ്. ഈ സമയം സിൽക്ക് റൂട്ടിലെ കച്ചവടക്കാർ വഴി യൂറോപ്പിലെത്തിയ ഒരു സസ്യം ശ്രദ്ധ പിടിച്ചുപറ്റി. വരണ്ട പ്രദേശങ്ങളിലെ പരുക്കൻ കാലാവസ്ഥയിൽ ജീവിക്കുവാൻ പരിണമിച്ച ഭംഗിയുള്ള പൂക്കൾ നിറഞ്ഞ ധാരാളം വെള്ളവും വളവും ഒന്നും ആവശ്യമില്ലാത്ത സസ്യം ഒലിയാൻഡർ, അരളിച്ചെടി. ഈ പ്രത്യേകതകൾ കൊണ്ട് അരളിച്ചെടിയെ യൂറോപ്പിലെ നഗരങ്ങളിലെ ഉദ്യാനങ്ങളിൽ വളർത്തുവാൻ തുടങ്ങി. എന്നാൽ മരുഭൂമിയിലെ പരുക്കൻ കാലാവസ്ഥ ഇവയ്ക്ക് അപായമുള്ളതാക്കുന്ന പ്രകൃതവും നൽകിയിരുന്നു. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ഇറാൻ ഉൾപ്പെടുന്ന മിഡിൽ ഈസ്റ്റ് പ്രദേശം, ഇവിടുത്തെ കഠിനമായ വെയിലും ചൂടും കൊണ്ട് നിർമ്മിക്കപ്പെട്ട വരണ്ട കാലാവസ്ഥയിൽ അധികം ചെടികൾക്കൊന്നും ജീവിക്കുവാൻ സാധിക്കില്ല. എന്നാൽ ഒരു ചെടി മാത്രം അതിജീവിച്ചു. മണ്ണിന്റെ അടിയിൽ 3-4 മീറ്റർ ആഴത്തിൽ വേരുകൾ സഞ്ചരിച്ച് ജലം കണ്ടെത്തുന്ന അരളിച്ചെടി. കൂടാതെ ഇവയുടെ ഇലയിൽ സ്റ്റൊമാറ്റ എന്നൊരു സുഷിരങ്ങളുണ്ട്. പലപ്പോഴും തുറന്നു നിൽക്കുന്ന ഇവ വേനൽക്കാലമായാൽ അടച്ച് ചെടികളിലെ ജലം നഷ്ടമാവാതെ നിലനിർത്തും. അതുകൂടാതെ ഇവയിലെ സെല്ലുകൾ ജലത്തെ സൂക്ഷിച്ചു വെക്കുവാൻ വേണ്ടി പരിണാമപ്പെട്ടതാണ്. ഈ പ്രത്യേകതകൾ കൊണ്ട് ജലം ലഭ്യമല്ലാത്ത വേനൽക്കാലത്തും അതിജീവിക്കുവാൻ ഇവയ്ക്ക് സാധിക്കും. എന്നാൽ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ഭക്ഷണം തേടി വരുന്ന ആടുകൾ. വേനൽക്കാലത്ത് ചെടികളുടെ എണ്ണം വിരളമാകുമ്പോൾ വരണ്ട ഭൂമിയിൽ പടർന്നു നിൽക്കുന്ന അരളിച്ചെടിയെ ലക്ഷ്യം വെച്ച് ആടുകൾ കൂട്ടമായി എത്തും. ഇവിടെ ചെടികൾക്ക് അതിജീവിക്കണമെങ്കിൽ ആട്ടിൻകൂട്ടങ്ങളെ പ്രതിരോധിച്ചേ മതിയാകൂ. കാരണം നിയന്ത്രണമില്ലാതെ ഇരമ്പി വരുന്ന ആട്ടിൻകൂട്ടങ്ങൾ ഒരു ചെടിയെ പോലും അവശേഷിപ്പിക്കാതെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് തന്നെ അരളിച്ചെടിയും പ്രത്യാക്രമണത്തിന് തയ്യാറായി നിന്നു. ആദ്യത്തെ ചെടിയെ ആക്രമിച്ചാൽ ഇവ വായുവിലൂടെയും വേരിലൂടെയും മറ്റു ചെടികൾക്ക് അപായ സിഗ്നൽ അയച്ചു കൊടുക്കും. ഈ സിഗ്നൽസ് ലഭിച്ച ഉടനെ മറ്റു ചെടികൾ എൻസൈം പുറപ്പെടുവിച്ച് ചെടി നിറയെ കയ്പുള്ള ദ്രാവകം നിറയ്ക്കും. കയ്പ് രുചി കൊണ്ട് ആടുകളെ അകറ്റി നിർത്തുക എന്നതാണ് ലക്ഷ്യം. എന്നാൽ ഭക്ഷ്യലഭ്യത കുറവായ കാലത്ത് ആടുകൾ പിന്തിരിയാതെ കയ്പിനെ വകവയ്ക്കാതെ ചെടിയെ കഴിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അരളിച്ചെടി അതിജീവനത്തിന് മറ്റൊരു വഴി കണ്ടെത്തി: വിഷത്തെ ഉൽപ്പാദിപ്പിക്കുക. ആക്രമിക്കപ്പെടുമ്പോൾ ഗ്ലൈക്കോസൈഡ്സ് എന്ന വിഷം പൂവിലും ഇലയിലും തണ്ടിലും നിർമ്മിക്കുന്ന അരളിച്ചെടികൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് ഇവയെ ഭക്ഷിച്ച ആടുകൾക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. എന്നാൽ ആടുകൾക്കും വരണ്ട പ്രദേശത്തിൽ അതിജീവിക്കണ്ടേ? കാലങ്ങൾ കടന്നുപോയപ്പോൾ വിഷത്തെ പ്രതിരോധിക്കുവാൻ ആടുകളും പരിണാമപ്പെട്ടു. ആടുകളുടെ വയറ്റിലെ റൂമൻ മൈക്രോബ്സ് ഗ്ലൈക്കോസൈഡ്സിനെ വിഘടിപ്പിക്കും. ശേഷം ലിവറിലടങ്ങിയ എൻസൈംസ് വിഷത്തെ തടഞ്ഞു നിർത്തി രക്തത്തിൽ കലരാതെ നോക്കും. കാലം കഴിയുന്തോറും കൂടുതൽ അളവിൽ വിഷമുള്ള അരളിച്ചെടികൾ ഉണ്ടാവുകയും ഇവ ആടുകളുടെ ആക്രമണത്തെ അതിജീവിക്കുകയും ചെയ്തു. ഇതിനുള്ള പരിഹാരമായി ആടുകൾ കണ്ടെത്തിയത് കഴിക്കുന്ന അളവിൽ മാറ്റം വരുത്തുന്നതാണ്. ജീവന് ഭീഷണിയാവാത്ത അളവിൽ വളരെ കുറച്ച് അരളിച്ചെടികളെ ഭക്ഷിച്ച് സേഫാക്കി മാറ്റും. എന്നാൽ മനുഷ്യർക്ക് ഈ ചരിത്രമൊന്നും അറിയില്ല. പൂവിന്റെ ഭംഗിയും ചിലവ് കുറഞ്ഞ പരിപാലനവും കാരണം മനുഷ്യർ അരളിച്ചെടിയെ നാട് മുഴുവൻ പടർത്തി. പൂവിലും ഇലയിലും തണ്ടിലും വരെ വിഷമുള്ള അരളിച്ചെടിയെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ മരണം വരെ സംഭവിച്ചേക്കാം. അരളിച്ചെടിയിൽ ഇങ്ങനെ വിഷം നിറയുമ്പോൾ വിഷം നിറയാത്ത ഒരിടമുണ്ട്: പൂമ്പൊടി. അതെന്തുകൊണ്ടാണെന്നറിയാമല്ലോ?